വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളൊക്കെ ഇന്ന് സ്വപ്നം കാണുന്നവരാണല്ലേ. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നവും അല്ലാത്ത സ്വപ്നങ്ങളും, ജോലിക്ക് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങളും, വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും, ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ നമ്മൾ നല്ല സ്വപ്നം കാണും, ചിലപ്പോൾ ചീത്ത സ്വപ്നം കാണും, ഭീകര സ്വപ്നവും നല്ല സ്വപ്നമൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ആ സ്വപ്നങ്ങളെക്കുറിച്ചൊന്നുമല്ല. ഒരിക്കലും അബ്ദുൽ കലാം പറഞ്ഞിരുന്നു, ഉറങ്ങുമ്പോൾ കാണുന്ന നല്ല സ്വപ്നം ഉണർന്നിരുന്ന് കാണുന്നതാണ് സ്വപ്നം എന്ന്. അപ്പം ഞാൻ ആ സ്വപ്നത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ലിസൺ മൈ ബോട്ടാണ് മാനിഫെസ്റ്റേഷൻ കുറിച്ച്, ഫ്രണ്ട്ഷിപ്പ് വെൽത്ത് കുറിച്ച്. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഉണർന്നിരുന്ന് സ്വപ്നം കാണുക എന്ന് നമ്മൾ വിചാരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഉണർന്നിരുന്ന് നമുക്ക് സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഒരുപാട് പ്രാവശ്യം നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും 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 നമ്മുടെ ബോധ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞ് അത് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സ്റ്റോറായി മാറും. ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആകുന്ന കാര്യമാണ് നമ്മൾ പുറത്തേക്ക് ഇന്ന് കാണുന്ന പല പല നിർമ്മിതികളും, പിന്നെ ബുർജ് ഖലീഫയൊക്കെയുള്ള നിർമ്മിതികളും, പല എൻജിനീയറിംഗ് വിസ്മയങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഇങ്ങനെ ആരെങ്കിലും കണ്ട സ്വപ്നത്തിൻ്റെ പരിണിത ഫലമാണ്. അപ്പം കണ്ണടിച്ച് ഓർമ്മകൾ നമ്മൾ കാണുന്ന സ്വപ്നമല്ല സ്വപ്നം. നമ്മൾ കണ്ണ് തുറന്നിരുന്ന് നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോട് കാണുന്ന സ്വപ്നത്തിനെയാണ് നമ്മൾ സ്വപ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ പറയുന്നത് എൻ്റെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു അതെന്നൊക്കെ. അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ ഉണർന്നിരുന്നു കൊണ്ട് തന്നെ സ്വപ്നം കാണാൻ പഠിക്കണം. നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, നമുക്കിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കണം, വീട് വെക്കണം, ഒരു കാർ മേടിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കും. നിരന്തരമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ കാണുക, അത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇപ്പോഴേ നമ്മൾ ഭാവനയിൽ കാണുക. പിന്നെ നമുക്കത് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ നിരന്തരമായിട്ട് മനസ്സിൽ കണ്ടു കഴിയുമ്പോഴത്തേക്കും അതൊരു യാഥാർത്ഥ്യമായി മാറും. അപ്പോൾ ഈ ബോധ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്ന ഈ കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്നിട്ട് അത് നമ്മൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലേക്കോ അല്ലെങ്കിൽ കടലാസിലേക്കൊക്കെ നമ്മളത് പകർത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ നമ്മൾ ചിന്തിക്കുന്നതിനും ഈ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയമാണ്, ആ പീരീഡാണ് നമ്മുടെ സ്വപ്നം. ദിവാസ്വപ്നമല്ല. ദിവാസ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഇരുന്ന് ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആക്ഷൻ എടുക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ദിവാസ്വപ്നം എന്ന് കാണുന്നത്. അതിങ്ങനെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതല്ല, നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു കാര്യം നമുക്കധികം പൈസയൊന്നും നമുക്കിപ്പോൾ അറിയാമല്ലോ, ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം എന്തെങ്കിലും വീട്ടിലിരുന്നിട്ട് ചെയ്തിട്ട് വീട്ടമ്മമാരും വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുള്ളവരെല്ലാം എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരവർക്ക് ആവശ്യമുള്ള പൈസ അന്നത്തേക്കുള്ള പൈസ സമ്പാദിക്കുന്നവരാണ്. ഇപ്പം നമുക്ക് ഏറ്റവും ചെറിയൊരു കാര്യം, നമുക്കിപ്പോൾ ഒരു തയ്യൽക്കടയാണ് ഇടണമെന്നുണ്ടെങ്കിൽ ആ തയ്യൽക്കടയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന വഴിക്ക് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഡിസൈൻ ചെയ്ത് അത് ആക്ഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്കത് ആ സ്വപ്നം യാഥാർത്ഥ്യമായി മാറുന്നത്. അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ എന്താണോ ആവശ്യമുള്ളത് അതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ കഴിയുന്നവരായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ APJ അബ്ദുൽ കലാം ഒരിക്കലും പറഞ്ഞത്, നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, കണ്ണ് തുറന്നു കാണുന്ന സ്വപ്നമാണ് നമ്മളെ ജീവിത വിജയത്തിലേക്ക് എത്തിക്കുന്നത്, നമ്മളെ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും അങ്ങനെ സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കണം. അത് നല്ല സ്വപ്നങ്ങളായിരിക്കും കേട്ടോ. മറ്റുള്ളവരെ നശിപ്പിക്കുന്നതോ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന സ്വപ്നങ്ങളൊന്നും അല്ല. നമുക്ക് എന്താണോ ആവശ്യം, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഒരു സ്വപ്നം പോലെ നമ്മൾ നടക്കുന്ന വഴിക്കും ജോലി ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് നമ്മളിലേക്ക് വന്നു ചേരാനുള്ള ഒരു സാധ്യത ഒരു 95%. അതിൻ്റെ കൂടെ നമ്മൾ ആക്ഷൻ കൂടിയൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കുമാണ് അത് നമ്മളിൽ യാഥാർത്ഥ്യം മാറുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമുക്ക് എന്താണോ ആവശ്യം ആ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നവരാകട്ടെ. വെറുതെ ഇങ്ങനെ ഒരു മനുഷ്യനായിട്ട് നമ്മളിങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? നമുക്ക് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ പറഞ്ഞു വിട്ടിരിക്കും നമ്മൾ സന്തോഷിക്കാനാണ്. പക്ഷെ നമ്മുടെ ജീവിത വ്യഗ്രതയിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവില്ലാത്തതുകൊണ്ട് നമുക്ക് സ്ട്രെസ്സ് കൂടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷത്തോടു കൂടി ആയിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ രാത്രി കിടക്കുന്നത്. ആ കിടന്നുറങ്ങുന്നത് പോലും ഈ നമുക്ക് 3 മൈൻഡുകളുണ്ടെന്നും അല്ല നമുക്കൊരു മൈൻഡ് ഉണ്ടെന്നും ആ മൈൻഡിൽ
പല തലങ്ങളുണ്ടെന്നും അതിലൊന്ന് കോൺഷ്യസ് മൈൻഡും എന്ന് പറഞ്ഞാൽ ബോധ മനസ്സ്. ആ ബോധ മനസ്സ് മറ്റൊന്നൊരു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്, ഉപബോധ മനസ്സാണെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉപബോധ മനസ്സിൽ സ്റ്റോർ ആകുന്നുണ്ടെന്നും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് ആ ഉറങ്ങി മയങ്ങി വരുന്ന ആ സ്റ്റേജിന് നമ്മൾ ആൽഫ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ആൽഫ സ്റ്റേജിൽ നമ്മൾ എന്താണോ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അത് നിശ്ചയമായും അത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിരിക്കും. അതിൽ നമ്മൾ ചിലപ്പം വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും എവിടേക്കെങ്കിലും ഒരു യാത്ര പോകണം, അല്ലെങ്കിൽ വിമാനത്തിൽ കയറണം, അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. ചിലപ്പം വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ ലൈഫിൽ യാഥാർത്ഥ്യമായി മാറും. കാരണം നമ്മൾ പറഞ്ഞാലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചില കാര്യങ്ങൾ മറക്കത്തില്ല. അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് നടത്തി കിട്ടത്തുമില്ല, സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സ്റ്റോർ ചെയ്യത്തില്ല. എപ്പോഴാണോ നമ്മൾ ഫീലിങ്ങോടുകൂടിയും ഇമേജോടുകൂടിയും ഇമോഷനോടുകൂടിയും ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആ സമയത്ത് അത് സ്റ്റോർ ആയിരിക്കും. അപ്പം നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ എന്തെങ്കിലും കണ്ട ഈ പത്രങ്ങളിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ കണ്ടിട്ടാണ് അതിൻ്റെ ആ ഒരു ഇമേജും അതിൻ്റെ ഒരു ഇമോഷനുമായിട്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നവും യാഥാർത്ഥ്യമാകത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് പണ്ട് കാരണന്മാരൊക്കെ പറയുന്നത്, നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ദൈവചിന്തയോടുകൂടി വേണം, ദൈവത്തിന് നന്ദി പറഞ്ഞ് വേണം നമ്മൾ ഈ സുപ്രഭാതം കാണാൻ വേണ്ടി നമ്മുടെ കണ്ണ് തുറന്ന് തന്നതിന് നമ്മൾ പ്രഭാതത്തിൽ ഉണരുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. നമുക്ക് കിടക്കാൻ നേരത്തും ഈ നാഴിക വരെ നമ്മളെ കാത്തു പരിപാലിച്ചതിനും നമ്മൾ ദൈവത്തോട് നമ്മൾ നന്ദി പറയേണ്ടി വേണം കിടക്കാൻ വേണ്ടി. ആ നന്ദിയുടെ ചിന്തയോടുകൂടി കിടന്ന് നമ്മളങ്ങ് ഉറങ്ങി കഴിയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുന്ന നന്ദി ആയിരിക്കും. അതൊരു ഇമോഷനാണ്, ആ ഇമോഷനെ ആയിരിക്കും ഏറ്റെടുക്കുന്നത്. പിറ്റേ ദിവസം അതേ സമയത്ത് തന്നെ നമുക്ക് ഈ നന്ദി പറയാൻ വേണ്ടിയിട്ട് ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അത് ആരാ തരുന്നത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് 95% സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടതിനെക്കുറിച്ച് നമ്മുടെ സ്വപ്നം അതിനെക്കുറിച്ച് തന്നെ നമ്മൾ ആലോചിച്ചുകൊണ്ട് കിടന്നുറങ്ങുക. തീർച്ചയായിട്ടും നമുക്കത് ലഭിക്കും. അല്ലാതെ നമ്മൾ ടി വി കാണുന്നതും കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ട് കിടന്നിട്ട് അതിൻ്റെ ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതിൻ്റെ ഇമേജ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ആകും. ചിലപ്പോൾ നമ്മൾ ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ അമ്മയമ്മയായിട്ട് വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ കൂട്ടുകാരോ ആരെങ്കിലും ആയിട്ട് പ്രശ്നമായിട്ട് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കാനുള്ള ചാൻസ് 100%. അതേപോലെ തന്നെ പിറ്റേ ദിവസം സംഭവിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പം അതെല്ലാം കളഞ്ഞുകൊണ്ട് നല്ല സ്വപ്നം എങ്ങനെയാണ് കാണേണ്ടത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമുക്ക് എന്താണ് ആവശ്യം, അതൊരു ഒരു കുഞ്ഞു ഒരു തയ്യൽക്കട ആയിക്കോട്ടെ, അതിനെക്കുറിച്ചാണെങ്കിലും വലിയ വലിയ പ്രൊജക്റ്റുകളാണെങ്കിലും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഇടയ്ക്കുള്ളതാണെങ്കിലും അതിനെക്കുറിച്ച് നല്ല നല്ല സ്വപ്നങ്ങൾ കാണുക. കിടക്കാൻ നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് കിടക്കുക. തീർച്ചയായിട്ടും ഈ സ്വപ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. നിങ്ങൾക്ക് അതിനൊക്കെ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അറിവെന്ന് പറയുന്നത് പ്രകാശമാണ്. പ്രകാശം നമ്മുടെ അറിവില്ലായ്മയുടെ അന്ധകാരത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ നീക്കിക്കളയും. അപ്പോൾ എല്ലാവർക്കും അറിവിൻ്റെ കിട്ടുന്ന അറിവ് എല്ലാവരും അപ്പം നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.